എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 7.5 സെൻറ്റ് സ്ഥലത്ത് 1250 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വലിപ്പമുള്ളൊരു മുറ്റം തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നേരെ കാർ പോർച്ചിലേക്ക് വാഹനം കയറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 3-4 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മുറ്റമുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. അല്പം താമസിച്ചാണ് വീഡിയോ എടുത്തത്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് വീടിൻ്റെ പുറകുഭാഗം വരുന്നത്. അവിടെ അലക്കൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 അതിരുകളും മതിൽ കെട്ടി തിരിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ജലലഭ്യതയ്ക്കായിട്ട് ബോർവെല്ല്, പൈപ്പ് കണക്ഷൻ, അതുപോലെ ഒരു പൊതുക്കിണർ എന്നീ സൗകര്യങ്ങളാണുള്ളത്. ഈ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് സ്കൂള്, പള്ളി, ഹോസ്പിറ്റലുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്ക്, പെട്രോൾ പമ്പ് മുതലായ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്. സൗകര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും യോജിച്ചൊരു വീടാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്, നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. 57 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം, നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറുകളിലൊക്കെ ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യവും ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കണ്ടു. അതോടൊപ്പം തന്നെ നല്ല ഉയരത്തിലുള്ള ഒരു ജനാല, അതെല്ലാം തേക്കിൻ തടിയാണ്. നല്ല ഫ്രണ്ട് ഡോറ്, നല്ല ഡിസൈനിലുള്ള ഒരു ഫ്രണ്ട് ഡോറ്, എല്ലാം തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യമേ കാണുന്ന ഒരു ലിവിങ് ഹാളാണ്. നല്ല ഡിസൈനിലുള്ളൊരു ടൈലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും അങ്ങേയറ്റം വരെ ഒറ്റ ഹാളാണ്. ഇവിടെയാണ് ഒരു ലിവിങ് ഹാൾ വരുന്നത്. ലിവിങ് ഹാളിൻ്റെ മുകൾ വശമൊക്കെ ആണെങ്കിൽ ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് ധാരാളം LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു പ്രയർ ഏരിയയും കൂടി ഒരുമിച്ചാണ് അതിൽ സെറ്റാക്കിയിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് നമ്മുടെ മറുവശത്താണ്. അവിടെയും നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. നല്ലൊരു പ്ലാനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ ഒരു ഭാഗം വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ വരുന്നത്. ടേബിൾ ടോപ്പാണ് അതിൽ ചെയ്തിരിക്കുന്നത്. സൊമാനിയുടെ ബാത്റൂം വാഷ് ബേസിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റൂമുകളുടെ എല്ലാം കതകുകൾ വന്നിരിക്കുന്നത് തടിയിൽ തന്നെ നിർമ്മിച്ചവയാണ്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണിത്. 2 പാളിയുടെ ഒരു കബോർഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളിയുടെ ജനലും ഒരു 2 പാളിയുടെ ജനാലയുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ് ലൈറ്റുകൾ, ഫാനുകൾ, ഫാൻസി ലൈറ്റുകൾ, AC പോയിൻ്റ് മുതലായവയെല്ലാം ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഉയരമുള്ള നല്ല ഭംഗിയുള്ള ഒരു കബോർഡ് തന്നെയാണ്. 2 പാളിയുടെ ഒരു കബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കാണാം. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. നല്ല ഡിസൈനുള്ള ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹിൻഡ്വെയറിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ 57 ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വില. സ്കൂൾ, ഹോസ്പിറ്റൽ, പള്ളിയെല്ലാം നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. 2ാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതോടൊപ്പം തന്നെ ഈ റൂമിലും ഫാന്, ഫാൻസി ലൈറ്റ്, AC പോയിൻ്റ്, കബോർഡ് മുതലായ എല്ലാ സൗകര്യങ്ങളും ഇതിലും ചെയ്തിട്ടുണ്ട്. ഇതിലും അപ്പുറത്തെ കണ്ട റൂമിലെ പോലെ തന്നെ 3 പാളിയുടെയും ഒരു 2 പാളിയുടെയും ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്നാണ് പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും ചെയ്തു നൽകുന്നതാണ്. എല്ലാ ബെഡ്റൂമിലും ഹാളിലും എല്ലാ ഫാന് ഉൾപ്പെടെയുള്ള BLDC ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും ജനൽ കർട്ടനും ഫർണിച്ചറും ഉണ്ടെങ്കിൽ നമുക്ക് കയറി താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. യാതൊരുവിധ പ്രളയഭീഷണിയോ ബാധിക്കാത്തൊരു മേഖലയാണ് പൈക. കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിലെ മെയിൻ ടൗണാണ് പൈക എന്ന് പറയുന്നത്. ആ പൈക ടൗണിൽ നിന്നും അല്ലെങ്കിൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വന്നിരിക്കുന്നത്. ഈ ബാത്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ടൈലാണ് ഈ ബാത്റൂമിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ബെഡ്റൂമുകൾ, ലിവിങ്, ഡൈനിങ് കണ്ടു. നമുക്കിനി കാണാനുള്ളത് കിച്ചണാണ്. കിച്ചൺ കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഒരു ഡോർ വന്നിരിക്കുന്നത്. നല്ല വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ഡോറാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റത്തായിട്ട് പാത്രങ്ങൾ വയ്ക്കുന്നതിനുള്ള ഡ്രോ കൊടുത്തിട്ടുണ്ട്. മിക്സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്, ഇൻഡക്ഷൻ കുക്കറൊക്കെ കൊടുക്കുന്നതിനുള്ള പവർ പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട്. കിണറ്റിൽ നിന്ന് വെച്ചിരിക്കുന്ന മോട്ടറിൻ്റെ സ്വിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റത്തുനിന്ന് വരുന്ന വർക്ക് ഏരിയയിൽ നോക്കുമ്പോൾ ഇരുവശങ്ങളിലേക്കുള്ളൊരു ദൃശ്യവും കൂടി ഈ കൂടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീടിന് ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ. നെഗോഷ്യബിൾ പ്രൈസാണ്. 7.5 സെൻറ്റ് സ്ഥലവും ഏകദേശം 1250 സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഹൈവേയുമായിട്ട് വളരെ അടുത്ത്, ടൗണുമായിട്ട് വളരെ അടുത്ത്, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്. അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹമുള്ളവർ നേരിട്ട് വരിക. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആ സൗകര്യവും നമ്മൾ ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. എല്ലാ സമയത്തും നമ്മൾ ഫോൺ എടുക്കുന്നതാണ്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.